കഴിഞ്ഞ 3 ദിവസങ്ങളിലായി മുക്കം നഗരസഭയുടെ നേതൃത്വത്തിൽ മണാശ്ശേരി ഗവൺമെന്റ് യു.പി. സ്കൂളിൽ നടന്ന കളിമൺ ശില്പശാലയ്ക്ക് സമാപനമായി. ശില്പശാലയോടനുബന്ധിച്ച് സൃഷ്ടികളുടെ പ്രദർശനം, കലാപരിപാടികൾ തുടങ്ങിയവയും നടന്നിരുന്നു. സമാപന സമ്മേളനം നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് കെ.പി. ചാന്ദിനി ഉദ്ഘാടനം ചെയ്തു. ദിനോസർ, ആന, ജിറാഫ്, നൃത്തം ചെയ്യുന്ന പെൺകുട്ടി, മയിൽ, മൺപാത്രങ്ങൾ, പഴയകാല അടുക്കള ഉപകരണങ്ങൾ. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി മുക്കം നഗരസഭയുടെ നേതൃത്വത്തിൽ മണാശ്ശേരി ഗവൺമെൻറ് യു.പി. സ്കൂളിൽ നടന്ന കളിമൺ ശില്പശാലയിൽ പങ്കെടുത്ത കുട്ടികളുടെ കരവിരുതിൽ നിർമ്മിച്ചവയാണിവ. നഗരസഭാ പരിധിയിലെ ശില്പകലകളിൽ അഭിരുചിയും താല്പര്യവുമുള്ള കുട്ടികളെ കണ്ടെത്തി പരിശീലനം നൽകുക, കുട്ടികളുടെ തൊഴിൽപരമായ ഭാവി സങ്കല്പങ്ങളിൽ ശില്പകല, അലങ്കാരപാത്ര നിർമ്മാണം തുടങ്ങിയവയുടെ സാധ്യതകൾ തുറന്നു കൊടുക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് മുക്കം നഗരസഭ കേരള ലളിതകലാ അക്കാദമിയുടെ സഹകരണത്തോടെ കളിമൺ ശില്പശാല സംഘടിപ്പിച്ചത്. ശില്പശാലയോടനുബന്ധിച്ച് സൃഷ്ടികളുടെ പ്രദർശനവും കലാപരിപാടികളും ഡെമോൺസ്ട്രേഷനും നടന്നിരുന്നു. സമാപന സമ്മേളനം നഗരസഭാ ചെയർപേഴ്സൺ കെ.പി. ചാന്ദിനി ഉദ്ഘാടനം ചെയ്തു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അബ്ദുൽ അസീസ് വാർപ്പിൽ അധ്യക്ഷത വഹിച്ചു. കെ.ആർ. ബാബു മുഖ്യാതിഥിയായിരുന്നു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മനീഷ ഉള്ളാട്ടിൽ, നഗരസഭാ കൗൺസിലർ ഷെരീഫ് പെണ്ണക്കോട്, ബാബു ജോസഫ്, എ.വി. സുധാകരൻ, സിഗ്നി ദേവരാജൻ, കെ.സി. ആഷിദ്, ശബരീശൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഉണ്ടാക്കിയ ശില്പങ്ങളെല്ലാം അനിത ബാബുവിനെ ക്ഷണിക്കുന്നു. അടുത്തത് ആത്മിക NS, അടുത്ത MP റിൻസ ഫാത്തിമ നൽകുന്നതായിരിക്കും. അടുത്ത ന്യൂസ് ബ്യൂറോ, മുക്കം.